നമസ്കാരം. ഇക്കൊല്ലം ആഴ്ചയിൽ ഒന്ന് വെച്ച് ഗംഭീര സിനിമകൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പേരൻപ് കണ്ടു, തൊട്ടടുത്ത ആഴ്ച കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടു, ഇന്നും കണ്ടു ഒരു കിടലൻ സിനിമ ഗലി ബോയ്. ഇന്ന് ആ ചിത്രത്തിന്റെ വിശേഷങ്ങളാണ്. ഹിന്ദി ഭാഷയിൽ വന്ന ഈ മ്യൂസിക്കൽ ഡ്രാമയിൽ രൺവീർ സിംഗ്, ആലിയ ഭട്ട് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി വന്നപ്പോൾ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് സോയ അക്തറാണ്. ധാരാവിയിലെ തെരുവുകളിലുള്ള ഒരുപാട് പേരുടെ ജീവിതത്തെ കാണിച്ചു തരുമ്പോൾ ചിത്രം പ്രധാനമായും പറയുന്നത് മുറാദിന്റെ കഥയാണ്. യഥാർത്ഥ ജീവിതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയി തന്നെയാണ് ഈ കഥാപാത്രത്തെ സിനിമ അവതരിപ്പിക്കുന്നതും. സമൂഹത്തിൽ വലിയ സ്ഥാനമില്ല, കൂടെ പട്ടിണിയും പ്രശ്നങ്ങളുമുണ്ട്. എങ്കിലും ഒരു റാപ്പർ ആവണമെന്നതാണ് മുറാദിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു ബിൽഡപ്പും ഇല്ലാതെയാണ് നായകനെ സിനിമ പരിചയപ്പെടുന്നത്. ഒരു സംഭാഷണത്തിലേക്കും പോകാതെയാണ് ഒരു പ്രണയത്തെ കാണിച്ചു തരുന്നത്. തുടക്കം മുതൽ സിനിമയുടെ ഭാഷ പുതിയൊരു രീതിയിൽ നിങ്ങളെ സമീപിക്കുന്നത് കാണാൻ സാധിക്കും. തൻ്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമോ? പിതാവ് രണ്ടാമത് വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്തപ്പോൾ, വീട്ടിൽ പ്രശ്നങ്ങൾ വീണ്ടും തലപൊക്കിയപ്പോഴൊക്കെ തൻ്റെ ഉള്ളിലെ സംഗീതത്തെ വിടാതെ സൂക്ഷിക്കുന്നുണ്ട് നായകൻ. സിനിമയിൽ എന്ത് സംഭവിക്കുമെന്നത് ഒരു പരിധിവരെ പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ അത് അവതരിപ്പിച്ച രീതി അതിനെ മനോഹരമാക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിൽ തൊട്ട് തന്നെ കാഴ്ചകൾ അവസാനിക്കും. പ്രകടനത്തിൽ രൺവീർ കിടിലനാക്കിയിട്ടുണ്ട് മുറാദിനെ. സ്വപ്നങ്ങൾ പേറി നടക്കുന്ന യുവാവായി, കാമുകനായി, സുഹൃത്തായി, അച്ഛനോടുള്ള ദേഷ്യം അടക്കിപ്പിടിച്ച് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രണയത്തിൽ, സൗഹൃദത്തിലൊക്കെ ആ യുവാവിൻ്റെ ഭാവങ്ങളെ ശക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ആലിയയുടെ സഫീനയിലെത്തുമ്പോൾ ഏറ്റവും അൺപ്രഡിക്റ്റബിളായ ഒരു കഥാപാത്രത്തെയാണ് സമ്മാനിക്കുന്നത്. അത് ഗംഭീരമായി തന്നെ സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. മറ്റ് കഥാപാത്രങ്ങൾ, അച്ഛൻ, അമ്മ, സുഹൃത്തുക്കളൊക്കെ ഇമോഷണലി കൂടെ കഥയുമായി ചേർന്ന് നിൽക്കുകയും നല്ല പ്രകടനം കാഴ്ചവെച്ചതുമാണ്. കൽക്കിയുടെ കഥാപാത്രം മാത്രമാണ് അത്ര ഡീറ്റെയിലിംഗ് ഉള്ള ഒന്നായി തോന്നാതിരുന്നത്. ബാക്കി എല്ലാത്തിനും ശക്തമായ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓരോ സീനായാലും അതിൻ്റെ പശ്ചാത്തലവും സംഭാഷണവും സംഗീതവും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയി തന്നെ സിനിമ കാണിച്ചു തരുന്നുമുണ്ട്. നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒന്നാണ് ഈ റാപ്പ് മ്യൂസിക് എന്നത്. സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ ഞാനും കരുതി ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ഞാൻ പാടുപെടുമല്ലോ എന്ന്. അങ്ങനെ ഒരു ആവലാതിയൊക്കെ പെട്ടെന്ന് തന്നെ മാറി. അത്രമേൽ ഹൃദ്യമായി ചിത്രം കഥ പറയുന്നുണ്ട്. സംഗീതം മികച്ച രീതിയിൽ തന്നെ പ്രേക്ഷകനോട് സംവദിക്കുന്നതുകൊണ്ട്. ഒരു കൊച്ചു വീട്ടിൽ നിന്നുമുള്ള നായകൻ്റെ യാത്രയെ കാണിക്കുമ്പോൾ കഥയ്ക്കൊപ്പം തന്നെ ടെക്നിക്കൽ വശങ്ങൾ കൂടെ മികച്ചു നിൽക്കുന്ന ഒന്നാണ്. പശ്ചാത്തല സംഗീതം, ഛായാഗ്രഹണമൊക്കെ അതിഗംഭീരം. കഥാപാത്രങ്ങളെ കൃത്യമായി പ്ലേസ് ചെയ്യുന്ന ഇടമാണെന്ന് കാണിക്കുമ്പോൾ ധാരാവിയുടെയും അതിൻ്റെ ചുറ്റുവട്ടത്തെയും ഇതുവരെ കണ്ട് ശീലിച്ച ഒരു രീതിയിൽ നിന്നും മാറി തന്നെ സത്യസന്ധമായി സമീപിക്കുന്നുണ്ട്. സൗണ്ട് ട്രാക്കുകളൊക്കെ ഒരു രക്ഷയുമില്ലാത്തത്. സിനിമയിൽ 5-ൽ 5 മാർക്ക് കൊടുക്കാൻ തോന്നിയ സംഭവം അതിലെ സംഭാഷണങ്ങളാണ്. ഷാർപ്പായ, സ്ട്രോങ് ആയ സംഭാഷണങ്ങൾ. അതിപ്പോൾ സുഹൃത്തുക്കൾ തമ്മിലായാലും പ്രണയത്തിലായാലും ബന്ധുക്കൾ തമ്മിലായാലും അതിനേക്കാൾ ഷാർപ്പായി പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 2.5 മണിക്കൂർ കൂടുതലുണ്ട് സിനിമ. പക്ഷേ ആ ഒരു താളത്തിൽ കുറച്ചുകൂടെ നേരം സിനിമ ഉണ്ടായെങ്കിലെന്ന് തോന്നിപ്പോയെന്നാണ് സത്യം. എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായും കാണേണ്ട സിനിമകളിൽ ഒന്നാണ് ഗലി ബോയ്. കിടിലൻ പ്രകടനങ്ങൾ കൊണ്ടും സംവിധാന മികവ് കൊണ്ടും അത് ഞെട്ടിക്കുമെന്ന് മാത്രമല്ല, ആ കഥ നിങ്ങളുടെ യാത്രകളെ കൂടെ സ്വാധീനിക്കും എന്നുള്ളതുകൊണ്ടാണ് മിക്കവാറും ഒന്നുകൂടെ കാണേണ്ടി വരും. മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലുമായി ഈ വർഷത്തെ ആദ്യത്തെ ഗംഭീര സിനിമകൾ വന്നു, കണ്ടു. തുടർന്നാളുകളും അതിൻ്റെ ഭാഗമാവട്ടെ, അതിൻ്റെ തുടർച്ച തന്നെ ആവട്ടെ. നിങ്ങൾക്കും സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. റേറ്റിംഗ് നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുകയും ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ നാളെ ജൂണിൻ്റെ റിവ്യൂ ഉണ്ടാവില്ല. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ ബൈ.